وماء مسكوب وفاكهة كثيرة وماء مسكوب وفاكهة كثيرة وماء مسكوب وفاكهة كثيرة. സ്വർഗത്തിലെ സുഖസൗകര്യങ്ങളെക്കുറിച്ചാണ് ഈ പറഞ്ഞ ആയത്തുകളെല്ലാം പറയുന്നതെന്ന് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. വലതുപക്ഷക്കാർക്ക് ലഭിക്കുന്ന സുഖസൗകര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരത്തെ നമ്മൾ നീണ്ടുകിടക്കുന്ന നിഴലുകളുണ്ടാകും, അതുപോലെ തന്നെ മുള്ളില്ലാത്ത ഇലന്ത മരങ്ങളുണ്ടാവും, അതിൻ്റെ തണലിലായിരിക്കും അട്ടിക്കട്ടിയായി നിൽക്കുന്ന കൈകൊണ്ട് പറിച്ചാൽ കിട്ടുന്ന പഴവർഗ ബനാനകളുണ്ടാവും എന്നൊക്കെ നാം പറഞ്ഞു. ഇപ്പോൾ മസ്കൂബ്, എവിടെ വേണമെങ്കിലും എന്നുവെച്ചാൽ യാതൊരു ശല്യവും ബുദ്ധിമുട്ടുമില്ലാതെ സ്വർഗവാസികൾക്ക് ആവശ്യമായ രൂപത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ശുദ്ധമായ ഉറവുകളുള്ള നദികളുണ്ടായിരിക്കും, വെള്ളമുണ്ടായിരിക്കും എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം. മാഉൻ എന്നതിൻ്റെ മുകളിലെ അലിഫുമ്മൽ കാണുന്ന മദ് മുത്തസിലാണ്. മദ് മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഹുക്കുമുഹു വാജിബ് എന്നാണ്. അതിനെ 5 മുതൽ 6 വിരലുകൾ മടക്കുന്ന സമയം വരെ നീട്ടുക എന്നത് വാജിബാണ്. അതാണ് മദ് മുത്തസിൽ. അതിൽ കസറും അതുപോലെ തന്നെ വസത്തും ഉണ്ടാവുകയില്ല. എന്നുവെച്ചാൽ 2 വിരലുകൾ മടക്കുന്ന അല്ലെങ്കിൽ 4 വിരലുകൾ മടക്കുന്ന രൂപത്തിലുള്ള അതില്ല എന്നാണ് തജ്വീദിൻ്റെ നിയമം. അതുപോലെ മാ മസ്കൂബ് എന്നുള്ളിടത്ത് ഒരു തൻവീനിനെ ഈ മിമുക്ക് കൊടുത്ത് അതിന് ഷദ് കിട്ടി. ആ ഷദ് നമ്മൾ ഇദ്ഗാമ് ചെയ്തുകൊണ്ട് മണിച്ച് മുത്തക്കാമിലാക്കി മണിച്ച് ഓതുന്നു. അതിൻ്റെ പേര് മദ് എന്താണ്? ഇദ്ഗാമ് ബി ഉന്ന കാമിൽ ആണ്. അതുപോലെ ഫാക്കിഹത്തിൻ കസീറ എന്നുള്ളിടത്ത് ഫാക്കിഹത്തിൻ കസീറ, ഫാക്കിഹത്തുൻ പഴങ്ങൾ എന്നാണ്, കസീറൻ ഒരുപാട് എന്നുമാണ്. അപ്പോൾ ഫാക്കിഹത്തിൻ കസീറ എന്നുള്ളിടത്ത് ഈ തൻവീനിനെ നമ്മൾ തൻവീൻ വന്നു, അതിനുശേഷം ഇഖ്ഫാവിൻ്റെ 15 അക്ഷരങ്ങളിൽപ്പെട്ട കാഫ് വന്നപ്പോൾ നമ്മൾ മറച്ചു മണിച്ച് ഓതുക. അതാണ് ഇഖ്ഫാ. തരിമൂക്ക് കൊണ്ട് മറച്ചുകൊണ്ട് തരിമൂക്കിൽ നിന്ന് ആണ് നമ്മൾ അതിനെ ഇഖ്ഫാ കാരണം മറക്കുക എന്നാണ് അർത്ഥം. മറച്ച് മണിച്ചു ഓതുക എന്നാണ് ഇഖ്ഫാ പറഞ്ഞാൽ. ഫാക്കിഹത്തിൻ കസീറ, ആ സുക്കൂനിനെ